അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا ആയാതി വറുസുലി ഹുദുവാ. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 105, 106 വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ 103, 104 വചനങ്ങളാണ് എടുത്തത്. അതിൽ പറയുന്നത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല എന്നതാണ്. ഖുൽ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നതാണ്. ആരാണ് അവർ? അല്ലദീന ദല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ അവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയ ആളുകളാണ് അവർ. വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, അങ്ങനെ ഐഹിക ജീവിതത്തില്, ഭൗതിക ജീവിതത്തില്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്നതാണ് അവർ വിചാരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ആ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ ആളുകളെ കുറിച്ച്, അഥവാ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഒരു നന്മയും നാം പ്രതിഫലം കൊടുക്കാതിരിക്കുകയില്ല എന്ന്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ആ ആളുകൾക്ക് യാതൊരുവിധ ഇന്നാലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ കുറവും അല്ലെങ്കിൽ അത് പാഴാക്കി കളയുകയില്ല എന്ന് ഖുർആൻ പറയാം. അതേപോലെ തന്നെ മറ്റ് ധാരാളം വചനങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു നന്മക്ക് 10 പ്രതിഫലമുണ്ട്, ആ 10 പ്രതിഫലം ആ ഒരു നന്മക്ക് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്ര അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണെങ്കിലും പുതുതായി കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിഫലം ലഭിക്കുന്നതിന് പോലും ആ വ്യവസ്ഥയിലൂടെയാണ്, ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പ്രതിഫലത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നത് പോലെ തന്നെ ദുനിയാവിൽ പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷാ ഫോറത്തിൽ ആ അപേക്ഷിക്കേണ്ടതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ജോലി ലഭിക്കുക. നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പാസ്പോർട്ടിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ
ആ പാസ്പോർട്ടിന് അപേക്ഷിക്കേണ്ട രീതിയിൽ നമ്മൾ അപേക്ഷിക്കണം, പൂരിപ്പിക്കേണ്ട രീതിയിൽ നമ്മൾ പൂരിപ്പിക്കണം. ആ ഒരു വ്യവസ്ഥ പ്രകാരം, ആ വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പൂരിപ്പിച്ചു കഴിഞ്ഞാൽ, അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുവിധ കാര്യത്തിനും ഈ ദുനിയാവിൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുകയില്ല, അഥവാ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയില്ല. ആ പേപ്പർ, ആ ഫോം നമ്മൾ പൂരിപ്പിച്ചപ്പോൾ ആ പണി നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സഅയുഹും എന്ന് പറഞ്ഞില്ലേ, ആ സഅയ്, ഒരു പരിശ്രമം, ഒരു പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അല്ല, അത് പിഴച്ചുപോയി. കാരണം എന്താണ്? ഏതാണോ ആ സ്ഥാപനത്തിന്റെ ആ ഒരു നിയമം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ, ഒരു ഭരണകൂടത്തിന്റെ നിയമം ഏതാണോ, ആ നിയമത്തിനൊരു വ്യവസ്ഥ ഉണ്ടാകും. ആ വ്യവസ്ഥ പ്രകാരമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്, അപേക്ഷിക്കേണ്ടത്. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പേനയെടുക്കുന്നുണ്ട്, നമ്മൾ പൂരിപ്പിക്കുന്നുണ്ട്, നമ്മൾ എഴുതുന്നുണ്ട്, കോളം ഇടുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പാസ്പോർട്ട് ലഭിച്ചില്ല? എന്തുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് ലഭിച്ചില്ല? എന്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രതിഫലം, നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ്, പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് ലഭിക്കണം. പക്ഷേ പൂരിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്, എന്നിട്ടും ലഭിച്ചില്ല. എന്താ കാരണം? ആ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടില്ല. ആ വ്യവസ്ഥയിലൂടെയല്ല അപേക്ഷിച്ചത് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പരലോകത്തിന്റെ കാര്യം. അതിനേക്കാൾ വളരെ കർശനമാണ്, കൃത്യമാണ്. നമ്മളത് ധാരാളം ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചതാണ്. അപ്പോൾ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ വേവലാതി പൂണ്ടിയിട്ട് കാര്യമില്ല. എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ അവർക്കൊന്നും പ്രതിഫലമില്ല, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോയി എന്നാണോ പറയുന്നത് എന്നാണ്. അതിന് ഇത് മാത്രമാണ് നമ്മൾ ഉദാഹരണമായി എടുക്കേണ്ടത്. ഈ ദുനിയാവിലെയും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ അപേക്ഷിക്കുന്നത്, അത് ആ വ്യവസ്ഥ പ്രകാരമല്ലാതെ അപേക്ഷിച്ചാൽ ലഭിക്കുകയില്ല. വ്യവസ്ഥ നമ്മൾ അപേക്ഷിച്ചതിനുള്ള സഅയ്, പരിശ്രമം, പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാര്യം സാധിക്കുകയില്ല. അത് മാത്രമാണ് ആ കാര്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി ആ ആളുകളെ കുറിച്ച് തന്നെ പറയണം. ഉലായിക അല്ലദീന കഫറു, 105-ാമത്തെ വചനം. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവർ അവിശ്വസിച്ചവരാണ്, അവിശ്വാസികളാണ്. ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ, വലിഖാഇഹി, ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, ലിഖാഇഹി, ഹി, അവനെ, അള്ളാഹുവിനെ, അവന്റെ രക്ഷിതാവിനെ, അവന്റെ ദൈവത്തെ, അവൻ സംരക്ഷിക്കുന്ന, അവനെ സൃഷ്ടിച്ച ആ ദൈവത്തെ. അപ്പോ അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയവർ. കാരണം എന്താണ്? അവർക്ക് ദൈവത്തിൽ, അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ അപേക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഫോം പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കുകയാണ്, അതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഇതിന് പ്രതിഫലം ലഭിക്കും എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കണം. അതേപോലെ തന്നെ ആ ജോലി എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. അപ്പോ ഈ അവിശ്വാസം എന്താണ്? ഈ ദൃഷ്ടാന്തങ്ങളെ തള്ളി എന്നുള്ള, ഈ നിയമങ്ങളെ, ഈ വ്യവസ്ഥകളെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിൽ വിശ്വസിക്കണം. കാരണം അപ്പോഴുള്ള അള്ളാഹുവിന് പ്രതിഫലം തരേണ്ട ആവശ്യമുള്ളൂ. അവനെ കണ്ടുമുട്ടേണ്ടി വരും. ലിഖാ സത്യമാണ് എന്ന് അവൻ വിശ്വസിക്കണം. അപ്പോഴല്ലേ പ്രതിഫലം തരേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയവർ ആരാണ്? അവിശ്വസിച്ചവരാണ്, അവിശ്വാസികളാണ് എന്നുള്ളത്. കാരണം അവിശ്വാസം കൊണ്ടാണ് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ അവന് പ്രവർത്തിച്ചു. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ ദൈവത്തിന്റെ
വ്യവസ്ഥ പ്രകാരം, ആ നിയമപ്രകാരം അവൻ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ആ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ച ആളുകളായി. ദൃഷ്ടാന്തങ്ങളാണ്, എന്തൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്തുണ്ട്. അള്ളാഹു ദൈവം ഉണ്ട്, സർവേശ്വരനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളെ മുഴുവൻ അവൻ എന്ത് ചെയ്തു? നിഷേധിച്ചു. അതേപോലെ തന്നെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യേണ്ട കുറെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു, കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അതിലും അവൻ വിശ്വസിച്ചില്ല. അതേപോലെ തന്നെ നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്ന ആ ഉദ്ദേശവും, ആ ദൈവത്തെ കണ്ടുമുട്ടേണ്ടി വരും എന്നും അവൻ വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, ആ ദൈവത്തിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നും അവൻ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച തൻ്റെ ദൈവവുമായി, തൻ്റെ അള്ളാഹുവുമായി, തൻ്റെ രക്ഷിതാവുമായി, തൻ്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന ആ ഒരു വിശ്വാസവും അവനില്ലാതെ പോയി. അതുകൊണ്ട് പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് പൊളിഞ്ഞു പോയത്, നിഷ്ഫലമായി പോയത്, ഫലശൂന്യമായി പോയത്. ഫഹബിതത്ത്, അപ്പോൾ അത് പൊളിഞ്ഞു പോയി. അഅമാലുഹും, അവന്റെ പ്രവർത്തനങ്ങൾ. അമല് അതിന്റെ ജമ്മ്, അഅമാല് പ്രവർത്തനങ്ങൾ. അഅമാലുഹും, ഹും അവരുടെ പ്രവർത്തനങ്ങൾ. ആരുടെ? ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു, അതെല്ലാം പൊളിഞ്ഞു പോയി. ആ ആളുകളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തത് കേട്ടോ, അതും വിചാരിക്കണം. അവർ ചെയ്യുന്നതൊക്കെ അവർക്ക് നല്ലതാണ് എന്ന് തോന്നിയിട്ടുമുണ്ട്, നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദൂതന്മാരിലൂടെ അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ രീതിയിലല്ല പ്രവർത്തിച്ചത്. അവർക്ക് തോന്നി ഇത് നല്ലതാണ് എന്ന്. അങ്ങനെ പ്രവർത്തിച്ചവരുടെ പ്രവർത്തനം ഫഹബിതത് അഅമാലുഹും, അത് നിഷ്ഫലമായി പോയിരിക്കുന്നു. ഫലാ നുഖീമു ലഹും, ഇനി പറയുന്നതാണ് ഫലാ, അതിനാൽ ഇല്ല. അതുകൊണ്ട് നുഖീമു കാമയക്കും, എന്താണ്? നിർത്തുക എന്നുള്ള ആളെ കാമ. നുഖീമു എന്ന് പറഞ്ഞാൽ നാം നിർത്തുകയില്ല, അള്ളാഹു പറയണം. അതാണ് നാം, അവിടെ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന നൂനാണ്. നുഖീമു, ഫലാ നുഖീമു, നാം അള്ളാഹു നിലനിർത്തുകയില്ല. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. യൗമ ദിവസം, ഖിയാമ നിൽക്കുന്ന ആ ദിവസം, അതായത് അന്ത്യദിനം എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തെ കുറിച്ച്. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, നമ്മുടെ മരണാനന്തരം ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതുപോലെ മാതാവിന്റെ ഗർഭാശയത്തിന് മുമ്പ് നമുക്കൊരു ഘട്ടം കഴിഞ്ഞു പോയി. ആ ഘട്ടത്തിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് നമ്മൾ വന്നു. ആ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ വന്നു. ഭൂമിയിൽ കുറച്ചു കാലം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തി നമ്മൾ വീണ്ടും ഒരു ഗർഭാശയ അവസ്ഥയിലേക്ക്, ഒരു ബർസഖിയായ ജീവിതത്തിലേക്ക് പോയി, അഥവാ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട് പിന്നെ എവിടെയാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പക്ഷെ വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു ബർസഖിയായ ജീവിതം നമുക്കുണ്ട് എന്ന്. നമ്മുടെ ഗർഭാശയ ജീവിതം പോലെ. അങ്ങനെ ആ ജീവിതം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഭൂലോകത്തേക്ക് വന്നതുപോലെ തന്നെ കൈകാലുകളുള്ള, തലയും അതേപോലെ തന്നെ ബുദ്ധിയും മസ്തിഷ്കവും ഒക്കെയുള്ള, ചിന്തിക്കാനും പറയാനും സംസാരിക്കാനും നോക്കാനും കേൾക്കാനും ഒക്കെ കഴിവുള്ള മനുഷ്യരായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ, ഈ സർവേശ്വരന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ആ സമയത്ത് വസ്ന ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാം ഒരു തൂക്കവും അവന് നൽകുകയില്ല എന്നല്ല. ഒരു തൂക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
നാളെ ഈ യൗമുൽ ഖിയാമ എന്ന് പറയുന്ന അന്ത്യദിനത്തിൽ, പരലോക ദിനത്തിൽ സ്ഥാനം നിർണയിക്കുന്നത് ആ ഒരു കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് വസ്ന്, തൂക്കം. അപ്പൊ ആ കർമ്മങ്ങൾക്ക് യാതൊരുവിധ തൂക്കവും നൽകുകയില്ല. അവനും ഒരു തൂക്കവുമില്ല, അവനൊരു സ്ഥാനവുമില്ല, അവന്റെ കർമ്മങ്ങൾക്കും യാതൊരുവിധ സ്ഥാനവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പരലോകത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അതൊരു ദൃഷ്ടാന്തമാണ്, അതിൽ വിശ്വസിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നും വിശ്വസിക്കണം. ആ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവന്റെ അമലുകൾ പൊളിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അവനക്ക് യാതൊരു വിധ തൂക്കവും ഒരു സ്ഥാനവും ഇരിക്കുകയില്ല എന്നുള്ളത്. അവനക്കും സ്ഥാനമില്ല, അവന്റെ കർമ്മങ്ങൾക്കും സ്ഥാനമില്ല, അത് തൂക്കത്തിനും പറ്റുകയില്ല, യാതൊരു വിധ തൂക്കവും അതിനില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് ആ 105-ാമത്തെ വചനം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദിനം നമുക്ക് വരാനുണ്ട്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടത്. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടല്ല നമ്മൾക്ക് ശൈശവവും ബാല്യവും കൗമാരവും യുവത്വവും ഒക്കെ കടന്നുപോയത്. വാർദ്ധക്യം സംഭവിക്കുകയും നമ്മൾ മരിക്കുകയും ചെയ്തത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളിവിടെ വന്നു, ജീവിച്ചു, ഇനി നമ്മൾ മരണപ്പെട്ടു പോകുന്നു. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ പരലോകത്ത് ദൈവത്തിന്റെ മുന്നിൽ, സർവേശ്വരന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. കാരണം എന്താണ്? അത് അതിന്റെ നടപടിക്രമത്തിലൂടെ അങ്ങനെ പോകും. എവിടെയായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അങ്ങനെ നമ്മൾ ഗർഭാശയത്തിലേക്ക്, മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, ഒരു നടപടിയാണ്, ഒരു ചര്യയാണ്. അതങ്ങനെ നടന്നു പോകുന്നു. പിന്നീട് ചെറുത് വലുത് വാർദ്ധക്യം, അങ്ങനെ മരണപ്പെട്ടു പോകുന്നു. പിന്നീടതാ നമ്മൾ ഈ പറഞ്ഞ യൗമുൽ ഖിയാമയിൽ നമ്മൾ നിൽക്കുന്നു. ഇതൊക്കെ നടക്കേണ്ടതാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകം തന്നെ നശിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞത് ദാലിക ജസാഉഹും, ദാലിക അതാകുന്നു, ജസാഉഹും അവരുടെ പ്രതിഫലം, ജഹന്നമാകുന്നു അവരുടെ പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞ പ്രതിഫലം, ഹും എന്ന് പറഞ്ഞ അവരുടെ, ആരുടെ? ഈ നഷ്ടപ്പെട്ട ഈ അന്ത്യദിനത്തിൽ, പരലോക ദിനത്തിൽ അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരു തൂക്കവും കിട്ടാത്ത ആ ആളുകളുടെ പ്രതിഫലം എന്താണ്? ജഹന്നമാകുന്നു. എന്തുകൊണ്ടാണ് ജഹന്നം ലഭിക്കാൻ കാരണം? കാരണം അവരുടെ സൽക്കർമ്മങ്ങൾക്ക് തൂക്കമില്ല. അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് യാതൊരു സ്ഥാനവും ലഭിച്ചില്ല. പിന്നെ ലഭിക്കാൻ പോകുന്ന സ്ഥാനം ഏതാണ്? ജഹന്നമാണ്. ദാലിക ജസാഉഹും ജഹന്നം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ബിമാ കഫറു, എന്തുകൊണ്ടാണ് അത്? അവർ അവിശ്വസിച്ചത് നിമിത്തമാണ്. അവർ അവിശ്വസിച്ചത് നിമിത്തമാണ് അവർക്ക് ഈ ജഹന്നമിൽ സ്ഥാനം കിട്ടിയത്. വത്തഖദു മാത്രമല്ല, വത്തഖദു ഇത്തഖദാന സ്വീകരിച്ചു എന്നാണ്. അതിന്റെ ബഹുവചനമാണ് ഇത്തഖദു, അവർ സ്വീകരിച്ചു. വാവ് വന്നപ്പോ അവർ സ്വീകരിക്കുകയും ചെയ്തു. ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങളെ. അള്ളാഹു പറയുകയാണ്, റബ്ബ് പറയുകയാണ്, നമ്മുടെ രക്ഷിതാവ് പറയുകയാണ്, നമ്മുടെ ദൈവം പറയുകയാണ്, ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങളെ. എന്തൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ സ്വർഗമെന്ന ദൃഷ്ടാന്തം, അതേപോലെ തന്നെ കണ്ടുമുട്ടേണ്ടി വരും, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ളത്, നാളെ പരലോകമുണ്ട് എന്നുള്ളത്, അള്ളാഹുവിന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകന്റെ വചനങ്ങൾ എല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങളെ എന്താണ്? റുസുലി, അവന്റെ പ്രവാചകന്മാരെയും ഹുദുവ, പരിഹസിക്കുകയും ചെയ്തു. വത്തഖദു, അവർ ആക്കുകയും ചെയ്തു. ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങളെ. അതേപോലെ തന്നെ റുസുലി, റുസുലി, റസൂല്, അതിന്റെ ജമ്മു റുസുല്, റുസുലി എന്ന എന്റെ പ്രവാചകന്മാരെ.
അവ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും പ്രവാചകന്മാരെ കളവാക്കുകയും ചെയ്തു. കളവാക്കുക മാത്രമല്ല, ഹുദുവ പരിഹസിക്കുകയും ചെയ്തു. അത് ആ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെയും പരിഹസിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഇതാണ് ദൈവവിശ്വാസം, ഇതാണ് ശരിയായ മാർഗം എന്നൊക്കെ പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും അതിനെതിരിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുകയും പരിഹസിച്ച് ദൈവത്തെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ദൈവത്തിന്റെ പ്രവാചകന്റെ അനുയായികളെയും മുഴുവൻ പരിഹസിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവർക്ക് ജഹന്നം എന്ന് പറഞ്ഞ ആ സ്ഥാനം ലഭിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമാണ് ഈ രണ്ട് ആയത്തുകൾ. നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റബ്ബിൽ നിന്ന് പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ 4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. 103 മുതൽ 106 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കൃത്യമായി പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് ഒരു പ്രവർത്തനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുക. നാളെ പരലോകത്ത് കൃത്യമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോൾ കൃത്യമായ സ്ഥാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, കൃത്യമായ അളവിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ 4 ആയത്തിന്റെ ആശയം മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആയത്തുകളിലൂടെ നമുക്ക് അള്ളാഹു വ്യക്തമാക്കി തരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.